പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ ഞാൻ എല്ലാ വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 25 ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ദൈവമക്കളെ, റോമാലേഖനത്തിൽ അനേക കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മളെ നിത്യജീവൻ്റെ അവകാശികളാക്കി തന്നെ നിലനിർത്തുവാനാണ്. റോമാലേഖനം 7-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ: ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. എത്ര ശക്തമായ സത്യമായ കാര്യമാണ്. പക്ഷേ ഓർത്തോണം, ഈ സിറ്റുവേഷൻ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ അല്ല. നമുക്ക് ഹോപ്പ് തരുന്ന, പ്രത്യാശ തരുന്ന ഒരു വലിയ ദൈവത്തെ സേവിപ്പാനിടയായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. ബൈബിള് വളരെ വലിയ അക്ഷരത്തിൽ തന്നെ നമുക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നല്ല തീരുമാനമാണ് യേശു ക്രിസ്തുവിൻ്റെ അനുകാരിയായി മാറുക എന്നുള്ളത്. അതായത് അവൻ്റെ ഒരു ഫോളോവറായിട്ട് നാം ആയിത്തീരുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ അവനെ അനുഗമിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്, അഡ്വേഴ്സിറ്റി ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ നാമത്തെ ചുമക്കുന്നവർ കഷ്ടത്തിൽ കൂടെ പോകേണ്ടി വരും, കഷ്ടം അനുഭവിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ബിലീവേഴ്സ് അവർ സഫർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട്, വരാനിരിക്കുന്ന പെർസിക്യൂഷനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അത്രേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുശേഷം പിന്നീട് കുറേ ചാപ്റ്റേഴ്സ് മുന്നോട്ട് പോകുമ്പോൾ യേശു കർത്താവ് വളരെ കൺസേൺഡാണ് തൻ്റെ ജനത്തെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. രണ്ടാമത്, യേശു കർത്താവ് നമ്മുടെ അറ്റൻഷൻ നിത്യമായ സന്തോഷത്തിലേക്ക്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്വർഗത്തിൽ സ്വരൂപിച്ചിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ അവസ്ഥകൾ, പ്രൈസ് ഗോഡ്, ഇവിടെ എപ്പോഴുമെങ്കിലുമൊക്കെ
ചില ട്രിബുലേഷൻസൊക്കെ സഹിക്കേണ്ടി വന്നാൽ അതിന് തക്കവണ്ണമുള്ള പ്രതിഫലം തരുവാൻ, എറ്റേണൽ ജോയ് തരുവാൻ ഒരുങ്ങിയിരിക്കുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഗോഡ് നെവർ പ്രോമിസ്ഡ് us an easy journey, but he does promise a safe arrival. ഹല്ലേലൂയ. ജേണി ഈസി ആയിരിക്കത്തില്ല, പക്ഷേ അറൈവൽ, ആ നിത്യതയിൽ നാം ചെന്ന് ചേരുന്ന ദിവസം, പ്രൈസ് ഗോഡ്, അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ഹിസ് ലവ്. അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ വേർതിരിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്കറിയാം വളരെ എളുപ്പത്തിലാണ് ഹല്ലേലൂയ സൃഷ്ടാവാം ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം പറയുന്നത് ഇങ്ങനെ: ദ മാൻ ആൻഡ് ഹിസ് വൈഫ് were both naked and were not ashamed. ഹല്ലേലൂയ. ജെനസിസ് ചാപ്റ്റർ 2:25 ഇങ്ങനെ പറയുന്നു, പ്രൈസ് ഗോഡ്, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഹല്ലേലൂയ. പക്ഷെ പാപം ചെയ്തപ്പോൾ സകലതും മാറി മറിഞ്ഞു. യേശു കർത്താവ് ഏദൻ തോട്ടത്തിലേക്ക് വിലക്കപ്പെട്ട കനി തിന്നതിന് ശേഷം ആദാമും ഹവ്വായുമായിരിക്കുമ്പോൾ കടന്നു വന്നു. അവരെന്ത് ചെയ്തു? അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോയി ഒളിച്ചിരുന്നു. ദൈവം അവരെ വിളിച്ചു. ഹല്ലേലൂയ. ആദാം അപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. പാപം അവൻ്റെ സൃഷ്ടാവുമാകുന്ന ദൈവത്തോടുള്ള മനുഷ്യൻ്റെ റിലേഷൻഷിപ്പിനെ ഡാമേജ് ചെയ്തു. പ്രൈസ് ഗോഡ്. അത് ആഡമിൻ്റെ നേക്കഡ്നെസ് അല്ല, അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. ബട്ട് എ സിൻഫുൾനെസ് ദാറ്റ് ഫിൽഡ് ഹിം വിത്ത് ഷെയിം. ലജ്ജ കൊണ്ട് അവൻ പോയി ഒളിക്കുവാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. അവൻ്റെ ആ നാണക്കേട് എന്ത് ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന ആ നാണക്കേട്. ദൈവമക്കളെ, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം യേശു കർത്താവിൽ നാം അർപ്പിക്കുക. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മുടെ സകല ക്ഷേമവും നമ്മുടെ സകല കുറ്റങ്ങളും അവൻ വഹിച്ചു. അതുകൊണ്ട് അപ്പസ്തോലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്, 1 യോഹന്നാൻ 2:28 ഇങ്ങനെ പറയുന്നു: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയിം കൊണ്ട് പിന്നീട് പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവനെ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷത്തോടെ നമുക്ക് വെയിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയാം. ഹല്ലേലൂയ. കഴിയണം. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം പറ്റുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും മറ്റുള്ള വ്യക്തികൾ എന്ത് പറയാം, അവരുടെ ഒപ്പീനിയൻ എന്തായിരിക്കുമെന്നോർത്ത് അത് നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ചിലർ നമ്മളെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ, നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ വളരെ ആഴത്തിൽ ഹേർട്ടാകാറുണ്ട്. എന്നിട്ട് നമ്മെ തന്നെ നാം വിലയിടിച്ച് കാണും. ഹല്ലേലൂയ. ചിലർ മറ്റുള്ളവരിൽ നിന്നുള്ള അപ്രൂവൽ കാത്തിരിക്കും. അതിനുവേണ്ടി ആ അപ്രൂവൽ കിട്ടാൻ വേണ്ടി അവരുടെ സ്വഭാവത്തെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യുന്നതിനകത്ത് അവർ ഫെലോ ഹ്യൂമൻസുമായിട്ട് അവരെ കമ്പയർ ചെയ്താണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സിനെതിരായിട്ട് നമുക്ക് ആർക്കും ഒരിക്കലും പോകാൻ ഇടവരരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഗോഡ്ലിനെസ്, ഹല്ലേലൂയ, ദൈവത്തെ അനുകരിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്വഭാവത്തെ നോക്കുന്നുണ്ട്. നാം ഒരിക്കലും ഹിപ്പോക്രറ്റ്സായിട്ട് മാറരുത്. നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ മാനം ആഗ്രഹിക്കും ദൈവത്തിൻ്റെ മാനത്തേക്കാൾ ഏറെയായിട്ട്. ചിലർ നമ്മുടെ നല്ല പ്രവൃത്തികളെ ഒന്നും ഹല്ലേലൂയ അക്നോളജ് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ളപ്പോഴും ഹല്ലേലൂയ ആരും നമ്മെ നോട്ടീസ് ചെയ്യാതിരിക്കുമ്പോഴും മനസ്സിലാക്കണമേ, പ്രൈസ് ഗോഡ്, രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് പ്രതിഫലം തരുന്നവനാ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4-ഉം
4, 5, 6 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 4 and then 6. മത്തായി 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അതിൻ്റെ 6-ാം വാക്യം. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അല്ലെങ്കിൽ 2 എഴുതിയിരിക്കുക: രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രൈസ് ഗോഡ്. Ultimately, only God's opinion about us really matters. ഹല്ലേലൂയ. അവൻ്റെ കുടുംബത്തിലേക്ക് അവൻ നമ്മളെ ദത്തെടുത്ത്, പ്രൈസ് ഗോഡ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിട്ട്, രാജീയ പുരോഹിത വർഗമായിട്ട്, വിശുദ്ധ ജനമായിട്ട്, എ ഹോളി നേഷനായിട്ട് അവൻ നമ്മെ അത്യുദയം സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തരുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ദൈവത്തെ സേവിപ്പാൻ നമുക്കിടയായതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമേ. അതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും മറ്റുള്ളവരുടെ ഒപ്പീനിയനെ ആശ്രയിച്ച് അല്ല ഇരിക്കുന്നത്, അത് നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജോത്സവമായി നടത്തുമല്ലോ. കൂട്ടായ്മ ബന്ധം നീ ഞങ്ങൾക്ക് തരുമല്ലോ. കർത്താവിൻ്റെ മുഖത്തെ ശോഭ കാണുവാൻ തക്കവണ്ണം കാത്തിരുന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു ജയജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തവരാണല്ലോ. ഞങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.